എൻ്റെ ബിഗ് ബോസ് ഭിക്ഷ കൊടുക്കുകയാണെങ്കിൽ പോലും ഇതിലും നന്നായിട്ട് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് ഇതിനെക്കുറിച്ച് ചോദിച്ചില്ലെങ്കിലും ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ചോദിച്ചിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ താൽക്കാലികമായി നിർത്തിക്കൊണ്ടുള്ള ഈ കളി എന്തിനാണ് ബിഗ് ബോസ് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. മിഡ് വിഷനേക്കാളും മറ്റേ വിഷനേക്കാളും എല്ലാത്തിനേക്കാളും പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു കാര്യം വേറെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയിസ്. അപ്പോൾ ഇതൊരു റിവ്യൂ അല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കെണികൾ. നമ്മുടെ ജിസേൽ വരെ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ എല്ലാ കാര്യത്തിലും നല്ല അടിപൊളി ബുദ്ധിയൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന ജിസേല് ഈ മേക്കപ്പിന്റെ കാര്യം വരുമ്പോഴേക്കും ഇങ്ങനെയായി പോകുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇനി മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലാതാവുന്നതുകൊണ്ടാണോ? ബിഗ് ബോസ് അങ്ങ് എത്ര വട്ടം വാൺ ചെയ്തിട്ടും യൂണിഫോം ഇടാനോ മേക്കപ്പ് ഇടാതിരിക്കാനോ ജിസേൽ അങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ. എവിടെ നിന്നൊക്കെയോ പൊക്കിക്കൊണ്ട് വന്ന് മേക്കപ്പ് ഇടുന്നുണ്ട്. യൂണിഫോം ഇടാൻ പറഞ്ഞിട്ട് ജിസേലിന് കൊടുത്ത ഏതോ ഇന്നർവെയർസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഒരു തെർമൽ പോലെ ഫുൾ പാൻ്റായിട്ടുള്ള ഇന്നർവെയർ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ബിഗ് ബോസ് തിരിച്ചു വാങ്ങിച്ച കാരണം ഇനി ചെറിയ ചെറിയ ഇന്നേഴ്സ് ഉള്ളൂ. ബിഗ് ബോസ് കൊടുത്ത യൂണിഫോം തന്നെ ഇട്ടുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അത് ഇട്ടുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ എവിക്ഷനിൽ തന്നെ ഗിസൈലിനെ പുറത്താക്കണം എന്നാണ് എനിക്കും തോന്നുന്നത്. ഗിസൈൽ എന്താ അനീഷിനെ കണ്ടുപിടിക്കുകയാണോ? ഞാൻ എൻ്റെ രീതിയിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗിസൈൽ ഇപ്പം നടക്കുന്നത്. ഇന്നലെ മുതൽ ബിഗ് ബോസ് പുതിയൊരു സാധനം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വിങ്സ്. നമ്മൾ പണ്ട് യൂണിഫോം ഒക്കെ ഇടുമ്പോൾ ഒരു ടൈയും കൂടെ ഇട്ട് കഴിയുമ്പോഴാണല്ലോ യൂണിഫോം കംപ്ലീറ്റ് ആവുക. അതേപോലെ ടൈ പുറകിലാണ് കൊടുത്തത്. ബിഗ് ബോസ് എപ്പോൾ വേണമെങ്കിലും പോസ് പറയും. പോസ് പറഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് ആർക്കൊക്കെ പുറകിൽ വിങ്സ് ഇല്ല എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സമയം കുറയ്ക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ പണിപ്പുര ടാസ്കിൽ അകത്ത് കയറിയൊരു സാധനം എടുക്കാനുള്ള സമയം ഇല്ല, പിന്നെ കുറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്തായാലും ഇത്രയും നേരം വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾക്കാരൊക്കെ ഫുൾ സീരിയസിൽ അത് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ സ്റ്റാർ ബാൻഡ് ഉള്ളവർ മാത്രമാണ് ആ വിങ്സ് വെക്കാതെ നടക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ യൂണിഫോം ഇടുന്ന എല്ലാവരും ആ വിങ്സ് ഇട്ടിരിക്കണം എന്ന്. എങ്ങനെ ഇരിക്കുന്നു? സ്റ്റാർ ബാൻഡിന്റെ മാർക്കറ്റ് വാല്യൂ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുവാണ് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത പണി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റാങ്കിങ് ടാസ്ക്. ഈ ഇടയായിട്ട് ബിഗ് ബോസിൽ റാങ്കിങ് ടാസ്ക് എപ്പോൾ വെച്ചാലും അടിച്ച് പിരിയലല്ലാതെ റാങ്കിങ് ടാസ്ക് മുന്നോട്ട് പോകുന്ന കാണാറില്ല. അപ്പോൾ ഈ പ്രാവശ്യവും അത് തന്നെയാണ് നടന്നത്. ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിട്ടോ. കുറച്ച് അവസാനം ആ ബാൻഡ് ഒന്ന് കയ്യിൽ പിടിച്ചു. കാര്യം അത് പണിപ്പുരയിൽ എല്ലാവർക്കും കയറാൻ പറ്റിയ ഒരു ചാൻസ് ആണെങ്കിലും അങ്ങനെ അനീഷിന്റെ നിർബന്ധത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ആ ടാസ്കേ വേണ്ടെന്ന് വെച്ചു. ഷാനവാസ് ആണെങ്കിൽ അനീഷിന് ഒന്ന് കൊടുത്തോ, 2ഉം 3ഉം ബാക്കിയൊക്കെ ഉണ്ടല്ലോ, ബാക്കിയുള്ളവർക്കുള്ള 10 സെക്കൻഡെങ്കിലും കിട്ടൂലോ എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും അങ്ങനെ അനീഷ് തരുന്ന പിച്ചയും കൊണ്ട് കഴിക്കണ്ട എന്നുള്ള രീതിയിലാണ് കുറെ പേര് എതിർത്തത്. അനീഷ് ഒട്ട് പുല്ല് തിന്നേയില്ല, തിന്നുന്നവരെ ഒട്ട് തീറ്റിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ. എന്തായാലും 1 മണിക്കൂറിൽ പരിപാടി തീർക്കാത്തതുകൊണ്ട് ടാസ്ക് എന്തായാലും വേണ്ടാന്ന് വെച്ചു. ഈ പ്രാവശ്യവും റാങ്കിങ് ഇല്ല. ഇനി അനീഷിനെങ്ങാനും ഫസ്റ്റ് കൊടുത്തു പോയിട്ട് അടുത്ത എലിമിനേഷന്റെ സെലക്ഷൻ വന്നു കഴിയുമ്പോൾ അനീഷിനെ വിളിക്കരുത് എന്നെങ്ങാനും ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? എലിമിനേഷനിലേക്ക് വിടാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇനി ഒരു ചാൻസോടെ ഉണ്ട് കേട്ടോ പണിപ്പുരയ്ക്ക്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ബിഗ് ബോസ് അതിന്റെ പുറകെ കളിച്ചിരുന്നൊരു കളി വേറെയാണ് കേട്ടോ. അപ്പൊ 20 സെക്കൻഡും 15 സെക്കൻഡും 10 സെക്കൻഡും ഒക്കെയാണ് എല്ലാവർക്കും കൂടെ. ഈ എല്ലാവരും കൂടെ കൂടി ആ പണിപ്പുരയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വസ്തു എടുക്കാൻ പറ്റുമോ? ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അത് എന്തായാലും ആരും കണ്ടില്ല. എന്തായാലും പോവാനും നന്നായി. അടുത്ത് നമ്മുടെ ക്യാപ്റ്റന്റെ അധികാരം കൈമാറാനുള്ള ടൈമായി കേട്ടോ. ബിഗ് ബോസ് അടുത്ത കളിച്ച കളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് ഇഷ്ടപ്പെട്ട ഒരു വസ്തു, പേഴ്സണൽ വസ്തു കൈമാറ്റം ചെയ്തുകൊണ്ട് അങ്ങ് ക്യാപ്റ്റൻസി കൈമാറിക്കോളാനാണ് പറഞ്ഞത്. അനീഷാണെങ്കിൽ ഉപയോഗിക്കാത്ത ഒരേ ഒരു സാധനം ഉള്ളൂ, അത്ര ചീപ്പാണ്. അപ്പൊ ചീപ്പ് കൊടുത്താണ് ക്യാപ്റ്റനെ വരവേറ്റത്. അത് അനീഷ് നല്ല മനസ്സോടെ കൊടുത്തതാണോ അതോ ചീപ്പ് ക്യാപ്റ്റൻ എന്ന് വിളിച്ചതാണോ എന്നൊക്കെ നമുക്ക് കണ്ടാലേ അറിയാം അല്ലെ. എന്തായാലും ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻ നോമിനേഷനിൽ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ടാസ്കിൽ നോമിനേഷനിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഈ ക്യാപ്റ്റൻസിക്ക് അങ്ങനെ ഒരു ആനുകൂല്യം ഇല്ല. പിന്നെ പണിപ്പുര ക്ലീൻ ആക്കാൻ ഒരാളെ സെലക്ട് ചെയ്യണം ഈ പ്രാവശ്യം. എന്തായാലും ക്ലീനിങ് ടീമിൽ നിന്ന് അഭിലാഷിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അവൻ മര്യാദയ്ക്ക് ഉത്തരവാദിത്തത്തോടെ ക്ലീൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വെസൽ ടീമും കിച്ചൺ ടീമും വന്നതോടെ കുറെ നിയമങ്ങളൊക്കെ അങ്ങ് മാറി കേട്ടോ. കഴിഞ്ഞ വെസൽ ടീം എല്ലാ പാത്രങ്ങളും കഴുകുമായിരുന്നു. ഒരാൾ കഴിച്ചിട്ട് വെച്ചാലും ആ പാത്രം കഴുകുമായിരുന്നേ. ഈ പ്രാവശ്യം സ്വന്തമായിട്ടുള്ള പാത്രങ്ങളൊക്കെ സ്വന്തമായിട്ട് കഴുകണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഇപ്പോഴും സ്വന്തം പാത്രം കഴുകാത്ത കുറെ പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയ സങ്കടമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത് പാത്രം കഴുകുന്ന ടീമല്ലേ, ഡിഷ് വാഷർ ഒന്നും അല്ലല്ലോ. സ്വന്തമായിട്ട് കഴിച്ച പാത്രം സ്വന്തമായിട്ട് കഴുകി വെക്കുന്നത് തന്നെയാണ് അതിന്റെ ഒരു മാന്യത. കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയത് അനീഷിനെയാണ്. എന്റെ പൊന്നോ, അതോടെ തീർന്ന്. ഞാൻ എനിക്ക് തോന്നുന്ന വല്ലതും ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയ വേണ്ടവര് എടുത്ത് കഴിച്ചോളാം.
തരുന്നത് അങ്ങ് കഴിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പിച്ച കൊടുക്കുന്ന പോലെ ഇനി അങ്ങ് തരാം, വേണ്ടവർ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അനീഷിന്റെ സംസാരം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കിച്ചൺ ടീമിൽ വന്നവർക്കൊന്നും അധികം കുക്ക് ചെയ്യാൻ അറിയില്ല അത്രേ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ടൊന്നും കുക്ക് ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കുകയും വേണ്ട, ഉള്ളത് കഴിച്ചിട്ട് പൊക്കോളുകയാണ്. ഏതെങ്കിലും കിച്ചണിൽ കയറുന്ന ഒരാൾ പറയാൻ പറ്റിയ ഒരു വാക്കാണോ അത്? ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് വായിൽ വെക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് വീട്ടിലായതുകൊണ്ടും വേറൊന്നും കഴിക്കാൻ കിട്ടില്ലാത്തത് കൊണ്ടും അത് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണല്ലോ കാര്യം. അനീഷിന്റെ കളിയും അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നടന്നില്ലെങ്കിൽ വേറെ ആരും അങ്ങനെ നന്നായിട്ട് നടക്കണ്ട എന്നുള്ള രീതിയിലാണ് അനീഷ് ഫുള്ള് കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ലോകത്തൊന്നും പെടാത്ത ഒരു മനുഷ്യനുണ്ട് അവിടെ, നിവിന്ന പേര്. നല്ല ആസ്വദിച്ചാ നടക്കുന്നേ മാഷ്. എന്തൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല, ഇനി പറഞ്ഞ് എൻ്റെ വായ ചീത്തയാക്കണ്ടല്ലോ. എന്തായാലും കിട്ടുന്നതൊക്കെ കക്കുന്നുണ്ട്, കട്ട് തിന്നുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ഫുഡ് ഐറ്റംസും തികയാൻ ചാൻസ് ഇല്ല. ആപ്പിള് മാത്രമല്ല തക്കാളിയും പൊക്കിയിട്ടുണ്ട്. എല്ലാം പൊക്കി എടുത്തു വെച്ച് കഴിക്കാൻ കിട്ടുന്ന ചാൻസിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷ്. അതും സെറ്റിയുടെ പുറകെ ചെന്ന് കിടന്നാ കഴിക്കുന്നത് കേട്ടോ. എന്തായാലും ശരത്ത് കുറച്ച് ശ്രമമൊക്കെ നടത്തി അത് തിരിച്ചെടുത്ത് വെക്കാൻ. എന്നാലും രാത്രി വീണ്ടും അതെടുത്ത് കഴിക്കാൻ അവനെ വേറെ ആരും പഠിപ്പിക്കണ്ടല്ലോ. അടിപൊളിയായിട്ടെടുത്ത് കഴിക്കുന്നുണ്ട്. തക്കാളി എടുത്തുകൊണ്ട് ഈ പ്രാവശ്യം അനുമോളും ശൈത്യം കിടക്കുന്ന കട്ടിലിന്റെ അടുത്താ, ബാക്കി എല്ലാവരും ഓടിച്ചു എന്നാ തോന്നുന്നത്. അപ്പൊ അവിടെ ചെന്ന് കിടന്നാണ് തക്കാളി തീറ്റ. ഈ രാത്രി പല്ല് തേപ്പൊന്നും ഇല്ലയാവൂ. ഇനി ബിഗ് ബോസ് അങ്ങ് കാണിച്ച പണിയാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ. കുറച്ചു നേരത്തേക്ക് ബിഗ് ബോസ് സീസൺ 7 അങ്ങ് നിർത്തി വെച്ചേക്കുവാണെന്ന് പോലും. ആര് കാരണം? അവിടെ ആകപ്പാടെ മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളേ ഉള്ളൂ. ആളെ അങ്ങ് പുറത്താക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായുള്ളൂ. അതിനാണ് ഇങ്ങനെ ഒരു നാടകം. ഈ ബിഗ് ബോസ് വീട്ടിൽ റൂള് പാലിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ അങ്ങ് പുറത്താക്കുകയല്ലേ ചെയ്യണ്ടേ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ. മുന്നേ ഉള്ള സീസണിലൊക്കെ റൂള് പാലിക്കാത്തവരെ പുറത്താക്കുകയാണ് ചെയ്തത്. ഇതും അങ്ങനെ വലിയൊരു റൂള് തെറ്റിക്കലല്ലേ ഈ പ്രാവശ്യത്തെ സീസണിൽ? അപ്പൊ പുറത്താക്കുമായിരുന്നു വേണ്ടേ അല്ലേ? എന്തായാലും ലാലേട്ടൻ പറഞ്ഞ പോലെ മിഡ് വീക്ക് എവിഷൻ അങ്ങ് വന്നിട്ടുണ്ട്. അപ്പൊ മിഡ് വീക്ക് എവിഷനിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെയുള്ള ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് എവിക്ഷനിൽ വരരുത് എന്നുള്ള കാര്യം നന്നായിട്ട് അവിടെ സംസാരിക്കുക എന്നുള്ളതായിരുന്നു. കുറച്ചുപേരൊക്കെ അവിടെ വന്നിട്ട് വലിയ ചാടയില് എന്നെ ആരും സെലക്ട് ചെയ്യില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് പോയി. അവരെയൊക്കെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ അനീഷ്, ഒനീല്, സരിക, കലാഭവൻ സരിക, പിന്നെ രേണു, പിന്നെ റെന, ഇങ്ങനെ 6 പേരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർക്കിനി വോട്ടിംഗ് ഒന്നുമില്ല. ഈ ആഴ്ചയിലുള്ള ടാസ്കിനെ ബേസ് ചെയ്തിട്ടാണ് അവർ എവിറ്റ് ആവാൻ പോകുന്നത്. 2 പേര് എവിറ്റ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും രേണു അത് കേട്ടപ്പോൾ തന്നെ ഒരു കരയാനുള്ള മൂഡിലേക്ക് വന്നായിരുന്നു. പക്ഷേ വോട്ടിംഗ് ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അതിൽ വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ മിഡ് വീക്ക് എവിഷനിൽ സെലക്ട് ആയ ആൾക്കാർക്കൊക്കെ ഒരു കണ്ണടകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കണ്ണിനി കാണാൻ പാടില്ല അവർക്ക്. അങ്ങനെ വെച്ചുകൊണ്ട് വേണം ഇനി ടാസ്കുകൾ ചെയ്യാനും ഉറങ്ങുന്ന വരെ ഫുള്ള് നടക്കാനും. ഇനി അത് ഊരിയാലും അടുത്ത പണിഷ്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. എന്തായാലും രേണു പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് എന്തായാലും വയ്യ, അതുകൊണ്ട് ഞാൻ എന്തായാലും കളിക്കുന്നില്ല, എൻ്റെ ഹെൽത്ത് നോക്കുന്നതാണ് എനിക്ക് പ്രധാന കാര്യം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു സ്ട്രാറ്റജി ആണോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ. മിഡ് വീക്ക് എവിക്ഷന് ആൾക്കാരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാധാരണ എവിക്ഷനുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോഴാണ് അടുത്ത പണി മനസ്സിലായത്. മിഡ് വീക്ക് എവിഷന് സെലക്ട് ചെയ്ത 6 പേരെ ഈ എവിഷനിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഷാനവാസും അക്ബറും മുന്നേ തന്നെ കഴിഞ്ഞ ടാസ്ക് വഴി എലിമിനേഷനിൽ എത്തിയതാണല്ലോ. അങ്ങനെ എല്ലാ എലിമിനേഷനും കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം ആകപ്പാടെ രക്ഷപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അഭിലാഷ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീക്കിൽ മൊത്തം ഒരു 3 പേര് എവിക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 3 to 4 പേര് വരെ എവിക്റ്റ് ആവാം. എന്തായാലും അനീഷിനെ ഈ പ്രാവശ്യവും പുറത്താക്കാനുള്ള ചാൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി ഗെയിമിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഈ പ്രാവശ്യം പുറത്തു പോകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെ ഗെയിമാ വരുന്നേ എന്ന് പോലും നമുക്കറിയില്ലല്ലോ. ആരെങ്ങനെയൊക്കെ പെർഫോം ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിരുന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഭയങ്കര വെറൈറ്റി ഗെയിമുകൾ കളിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. ആദ്യം അനീഷ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ നിവിനായി, ഗിസയിലായി, അങ്ങനെ പുറകെ ഇനി പലരും വരാൻ കിടക്കുന്നുണ്ട്. ആരൊക്കെയാ വരുന്നേ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി എന്താണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്? എന്റെ പൊന്നോ, എല്ലാവർക്കും ഒരു ഫുഡെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. എന്തായാലും രാത്രി ലൈറ്റ് ഓഫ് ആയപ്പോഴും ആൾക്കാർ ഫുഡ് റെഡി ആയോ, ആയെങ്കിൽ കഴിക്കാറുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇനി നാളെ മുതൽ എന്താണാവോ നടക്കാൻ പോകുന്നത്? അപ്പൊ നമുക്കും കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.